Bengal Gazette. What is the relevance of Bengal Gazette in the history of Indian journalism? This is the first newspaper published in India. ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിൽ അച്ചടിച്ചിറക്കിയ ആദ്യ പത്രം. ഇനി പത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. Let's dive into the details of this newspaper. Bengal Gazette was first published on January 29, 1780 from Calcutta by James Augustus Hickey. So you should keep in mind the date, year, place and the person behind this venture. So the credit for starting the first newspaper in India goes to James Augustus Hickey, who hailed from Ireland. ജനുവരി 29, 1780 കൽക്കട്ടയിൽ നിന്ന് ഐറിഷുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് എലിയാസ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ was most popularly known as Hickey's Gazette. So there's another name for Bengal Gazette, that is Calcutta General Advertiser, but it was most commonly known as Hickey's Gazette. ബംഗാൾ ഗസറ്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ പൊതുവായി അറിയപ്പെട്ടിരുന്നത് ഹിക്കിയുടെ ഗസറ്റ് എന്നായിരുന്നു. ഇറ്റ് വാസ് എ 2-sheet weekly newspaper published in English language. So it was not a daily, it was only a weekly publication having 2 sheets. 2 ഷീറ്റുകളുള്ള ആഴ്ച പതിപ്പായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ പത്രം പുറത്തിറങ്ങിയിരുന്നത്. Now let's see what were the usual contents of Hickey's Gazette. സാധാരണ ഇതിൻ്റെ ഉള്ളടക്കമായി വന്നിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. The stories taken from English newspapers in Britain, letters from local and Mofussil readers. Mofussil readers means the readers from rural areas or the countryside. Then items of gossips about the European community. All these were the main contents of Hickey's Gazette. ബ്രിട്ടനിലെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ, പ്രാദേശിക വായനക്കാരുടെ കത്തുകൾ, യൂറോപ്യൻ സമൂഹത്തെക്കുറിച്ചുള്ള അപവാദങ്ങൾ, ഇവയൊക്കെ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. His newspaper mainly focused on the scandal and corruption among the British ruling class. He severely criticized the government officials and scurrilously attacked the then Governor General Warren Hastings and the Chief Justice Elijah Impey through his newspaper. This drew their fury and finally they suppressed the newspaper. Hickey's press was seized, that is, they forcibly took away the types of the newspaper and it ceased publication on March 30, 1782. So that was the end of Hickey's Gazette. India's first newspaper thus had a life of only 2 years. ഭരണകൂടത്തെയും ഉദ്യോഗസ്ഥരെയും തൻ്റെ പത്രത്തിലൂടെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. കൂടാതെ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെയും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എലീജ ഇംപെയെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. തത്ഫലമായി പത്രത്തിൻ്റെ അച്ചുകൾ പിടിച്ചെടുക്കുകയും പത്രം അടച്ചു പൂട്ടേണ്ടി വരികയും ചെയ്തു. 1780 ആരംഭിച്ച പത്രം 2 വർഷത്തിനു ശേഷം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 30, 1782 പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി 19-ാം നൂറ്റാണ്ടിലേക്ക് കടക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മാധ്യമരംഗത്ത് ഇന്ത്യ കണ്ട ഒരു ശ്രദ്ധേയ സാന്നിധ്യമാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം എന്ന പത്രപ്രവർത്തകൻ്റേത്. 1818 കൽക്കട്ട ക്രോണിക്കിളിൻ്റെ എഡിറ്ററായിട്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ ആദ്യത്തെ യഥാർത്ഥ പത്രപ്രവർത്തകൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു വിശേഷണം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്? പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം ശഠിച്ചു.
മാത്രമല്ല അദ്ദേഹം തദ്ദേശ മാധ്യമങ്ങളുടെ, അതായത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. ഭാരതീയ ജനതയുടെ അഭിപ്രായങ്ങൾക്കും അവകാശങ്ങൾക്കുമായി നിലകൊണ്ടിരുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെ അദ്ദേഹം പിന്തുണച്ചു. ബ്രിട്ടീഷുകാരനായിരുന്നിട്ടും ഇന്ത്യൻ മാധ്യമങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നതിനോട് അദ്ദേഹം വിയോജിച്ചു. തീർച്ചയായും ഇന്ത്യൻ മാധ്യമരംഗത്തിന്റെ വളർച്ചയ്ക്ക് അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി പറയാം. 1818 കൽക്കട്ട ക്രോണിക്കിളിന്റെ പത്രാധിപരായിട്ടാണ് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യഥാർത്ഥ പത്രപ്രവർത്തകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. പത്രസ്വാതന്ത്ര്യത്തിന്റെ വക്താവായിരുന്നു. മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങളുടെ സുഹൃത്തു കൂടിയായിരുന്നു ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. ഇത്രയുമാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്കായി കൂട്ടിച്ചേർക്കട്ടെ. ഇദ്ദേഹം ആദ്യകാലത്ത് ഒരു നാവികനായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് പത്രപ്രവർത്തകനായി അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. ആ രംഗത്ത് അദ്ദേഹം ഏറെ ശ്രദ്ധേയനാവുകയും ചെയ്തു. എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായാലും അവർക്കെതിരെ ആരോഗ്യകരമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഗവർണർ ജനറലായിരുന്ന ജോൺ ആഡത്തിന്റെ പല പ്രവർത്തികളെയും അദ്ദേഹം തന്റെ പത്രത്തിലൂടെ വിമർശിച്ചിരുന്നു. തുടർന്ന് ഗവർണർ ജനറൽ പത്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കുകയും അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. Now I'll explain this in English. James Silk Buckingham came to India in 1818 as the editor of the newspaper Calcutta Chronicle. He was considered as the first real journalist of India. Real journalist. Why was he considered so? Because he infused a new light to Indian journalism. He was described as the earliest defender of the freedom of press in India. Though a European, he fought for a liberal press in India. Next point, he was a friend of native Indian press. He always defended the right of Indian newspapers to raise the voice of Indians. So, undoubtedly, we can say that Buckingham was the inspiration behind the growth of Indian journalism. Now, it's question time.